വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലണ്ടനിലെ ഞങ്ങളുടെ ഹോം ടൂറാണ്. ഹോം ടൂറല്ല, റൂം ടൂറാണ്. ലണ്ടനിലെ ഞങ്ങളുടെ റൂം ടൂറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ റൂം ടൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഇതിലൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട, ചെറിയ റൂമാണ് കേട്ടോ. നമ്മുടേതായ ഒരു രീതിയിലൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഞങ്ങൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതായത് സമയം കിട്ടുമ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഞങ്ങളുടെ ബെഡ്റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ് കേട്ടോ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിപ്പമൊന്നുമില്ല, എങ്കിലും ഞങ്ങൾക്ക് അത് കൊട്ടാരം പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലണ്ടനിൽ ഞങ്ങൾ നിന്നിടത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്താണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്, കിച്ചണൊക്കെ താഴെയാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, ഞങ്ങളുടെ ബെഡ്റൂം മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാം. പിന്നെ ഞാനിന്ന് 2 വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. ഈ വീഡിയോ കഴിഞ്ഞിട്ടാവും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എല്ലാവരും എന്തായാലും കാണാം. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും കേട്ടോ. അപ്പം അത് ഷൂട്ട് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഒരു റൂം ടൂറും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലണ്ടനിൽ വന്നിട്ട് അങ്ങനെ കാണിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റൂം ടൂർ അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കാണിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ കാണിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഓൾറെഡി ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ്സ് മടക്കി വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓഫുള്ളപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് നമ്മുടെ റൂം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനൊക്കെ കൂടുതലും തല്ല് കൂടുന്നത് ഈ ഒരു കാര്യത്തിനായിരിക്കും, എന്തെങ്കിലും വലിച്ചിടുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലണ്ടനിലെ ബെഡ്റൂം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഇപ്പം ടൈം എന്ന് പറയുന്നത് 8 മണിയായിട്ടുണ്ട്. 8 മണിക്കുള്ള പുറത്തത്തെ ഒരു വെട്ടാണ് കേട്ടോ നിങ്ങളാ കാണുന്നത്. നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഈ വെളിച്ചം പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂം തുറക്കുമ്പോൾ തന്നെ കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ചെയറൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ. നമ്മൾ റൂം തുറക്കുമ്പോൾ തന്നെ ചെയറൊക്കെയാണ് കാണുന്നത്. ഈ ഒരു ബാഗ് ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. ഇത് പിന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. ആ സൈഡിലുണ്ട് കേട്ടോ ബാഗൊക്കെ. അപ്പോൾ ബാഗ് ഞാൻ ഇങ്ങനെയാണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ബാഗും ഡ്രസ്സൊക്കെ. അപ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് അത്യാവശ്യം ചെറുതാണ്, അത് കാരണം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. പിന്നെ ഇതാ നമ്മുടെ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബെഡൊക്കെ, പിന്നെ ബെഡിൻ്റെ നേരായിട്ടാണ് നമ്മൾ TV സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്റ്റാൻഡ്. പിന്നെ ഈ ഒരു യെല്ലോ ബാഗ് ഞാൻ നാട്ടിൽ നിന്ന് ലൈഫ് സ്റ്റൈലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വരുമ്പോൾ. പിന്നെ എൻ്റെ വർക്കിന് പോകുമ്പോൾ ഇടുന്ന ബാഗാണ്. ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ചെരുപ്പും അതുപോലെ ബാഗൊക്കെ വെക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ഹാങ് ചെയ്തിട്ടുള്ളത് സമ്മറിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഡ്രസ്സാണ്. കുറച്ച് ടീഷർട്ടൊക്കെ ഉണ്ട്, എങ്കിലും കൂടുതലും ഫ്ലോറലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. ഇത് പൊക്കിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ഇവിടുത്തെ വാർഡ്രോബ് തുറന്ന് കാണിച്ചു തരാം. വളരെ ചെറിയ വാർഡ്രോബാണ്, അധികം സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് 2-3 ഷർട്ടും അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സും പിന്നെ പാൻറ്റും ഒക്കെയാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. കൂടുതലും ഡ്രസ്സ് ഞാൻ പെട്ടിയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഉള്ള ആകെ മെസ്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണിത്. പക്ഷെ ഇതിൻ്റെ മേലെ ഞങ്ങൾ കൂടുതലും നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് കഴിക്കുക, അപ്പോൾ അതാ വെക്കാറ്. പിന്നെ ഈ ചെയർ നല്ലൊരു ചെയറാണ് കേട്ടോ.
നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ബെഡിൻ്റെ നേരായിട്ടാണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടി വി നമ്മൾ ലണ്ടനിൽ നിന്ന് കറീസിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അവിടെ ഒരുവിധം എല്ലാ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളും ഉണ്ട്. വലിയ ഷോറൂമാണ് കറീസിൻ്റെ. പിന്നെ നമുക്കിവിടെ ഒരു ഹീറ്റർ ഉണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ എല്ലാ വീട്ടിലും ഹീറ്റർ ഉണ്ടാവും. അതാ കാണുന്നതാണ് ഹീറ്റർ. പക്ഷേ അത് ഓണാക്കുമ്പോൾ വീട് മൊത്തം ഹീറ്റാവും. അപ്പോൾ നമുക്ക് എവിടെയാണോ ചൂട് വേണ്ടത് അവിടെ മാത്രം അത് കൊണ്ടുവച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാം. അതിനു വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഒരു ലോണ്ട്രി ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഈ കൊട്ടയിൽ നമ്മൾ ഷോക്സ് ഇന്നറൊക്കെ വെച്ചുള്ളത്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഈസ്റ്റാമിൽ നിന്ന് ലക്കി സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഹാങ് ചെയ്ത് വെക്കുന്ന ഇത് നമുക്ക് നമ്മൾ ആണി അടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ തൂക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇതേപോലത്തെ കൊട്ടയിൽ ഇങ്ങനെ ഇന്നർ വെയറൊക്കെ വെക്കുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടി വി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ഒരു മിറർ, പിന്നെ നമ്മുടെ ഒരു റൂമിലൊരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെടി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ലൈറ്റ് ഉണ്ട്. വാട്ടർ ബോട്ടിൽ കാലിയായിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു സ്പീക്കർ ഉണ്ട്. ഇത് എനിക്ക് ഗിഫ്റ്റ് എന്ന സ്പീക്കറാണ് കേട്ടോ. കുറേ ആയി ഇതെൻ്റെ കയ്യിൽ. അപ്പോൾ സ്പീക്കറും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിറർ ഞാൻ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ആദ്യം നിന്ന വീട്ടിൽ എനിക്ക് മിറർ ഉണ്ടായിരുന്നില്ല, ആ ടൈമിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമാണ് ജനൽ തുറന്നൊക്കെ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര വെട്ടാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഭയങ്കര വെളിച്ചം വരും. പിന്നെ ഇതാ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു കബോർഡും പിന്നെ ഒരു സൈഡ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അത്യാവശ്യം പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ചെയർ ഇട്ട സ്ഥലത്തായിരുന്നു ഞാൻ ആദ്യം ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഇത് ഞങ്ങളൊരു പണപ്പെട്ടിയാണ്. ഇതിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള കുറേ ചില്ലറ പൈസ ഒക്കെ വെക്കട്ടെ. ഇത് നമ്മുടെ നാട്ടിലത്തെ 100 രൂപ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉള്ളത് കയ്യിൽ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരുപാട് കോയിനൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബാലൻസ് വരുന്നൊക്കെ ഇതിൽ കൊണ്ടുപോയിടും. പിന്നെ അവിടെ എൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ചുമൻ്റെ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ സൈഡിൽ വെക്കുക. പിന്നെ ലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ കർട്ടന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരുപാട് ലൈറ്റ് ഊരി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് വെളിച്ചം ഇഷ്ടമല്ല, ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഒറ്റൊരു ബൾബാണ് നമ്മൾ മേലെ ലൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂറ്. വീണ്ടും ഹോം ടൂറിന് ഇതാണ് നമ്മുടെ റൂം ടൂറ്. വളരെ ചെറിയൊരു റൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എനിക്കറിയില്ല കേട്ടോ ഈ വീഡിയോ എങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നൊന്നും. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെതായൊരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളില്ലേ ഈ ടി വി സ്റ്റാൻഡും പിന്നെ ഈ ചെയർ ഇവിടെ ഇട്ടിരിക്കുന്നതാ, ഈ ചെയറും അതുപോലെ ഈ ഡ്രസ്സ് വെക്കുന്ന സ്റ്റാൻഡ് അതൊക്കെ നമ്മൾ വാങ്ങിയതാണ്. ഈ കാണുന്ന വാർഡ്രോബ് ഇവിടെ തന്നെ ഉള്ളതാണ്. പിന്നെ ആ ഒരു മിറർ ഉണ്ടല്ലോ, ഈ ഡ്രസ്സിങ് ടേബിള് എന്താ പറയുക ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഡ്രസ്സിങ് ടേബിളൊക്കെ. പിന്നെ ആ സൈഡിൽ ഇട്ടിട്ടുള്ള ടേബിളൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. കൂടുതലും ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ്. വാർഡ്രോബ് പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും വാർഡ്രോബൊക്കെ തരുമല്ലോ, അങ്ങനെയുള്ളതാണ്. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ താഴെ ജാക്കറ്റെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജാക്കറ്റൊക്കെ എടുത്ത് കഴുകിയിട്ടിരിക്കുകയാണ്. ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് താഴെ വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ അലമാരയിൽ ഇവിടുത്തെ അലമാര ചെറിയ അലമാര ആയതുകൊണ്ട് എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ വിൻ്ററിൻ്റെ ടൈമിൽ മൊത്തം ടീഷർട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമ്മറായപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ബെഡിൻ്റെ അടിയിൽ വെച്ചു. ഇവിടുത്തെ ബെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റും. എൻ്റെ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആകെ മിസ്സായിട്ടിരിക്കുകയാണ്. അത് തുറക്കാനേ പറ്റില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് തുറക്കും, വെക്കും, പൂട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സമ്മറായപ്പോൾ ടീഷർട്ടും അങ്ങനത്തെ കുറേ വെയിറ്റുള്ള ഡ്രസ്സൊക്കെ ഞാൻ അതിനുള്ളിലിട്ടു. ബെഡ് പൊക്കിയിട്ട് ബാഗിൻ്റെ ഉള്ളിലിട്ടു. ബാക്കി സമ്മറിന് ഇടാൻ വേണ്ടിയിട്ടുള്ള
കളക്ഷൻസൊക്കെ ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഞാൻ വിചാരിച്ച അത്ര തന്നെ ഒരു സമ്മർ ആയിട്ടില്ല, ആവും. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറേ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഉള്ള കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് പ്ലാൻ ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ റൂം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ആദ്യം ഇങ്ങനെ എടുത്തിരുമ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ റൂം എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ടൈമില്ല, പിന്നെ ഒക്കെ വരുമ്പോഴത്തേന് ലേറ്റ് ആവും, പിന്നെ നാളെ എടുക്കാം മറ്റൊന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവും, നീണ്ടു പോവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ തന്നെ ഇന്ന് മെനക്കിട്ടിട്ട് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.